നമ്മൾ മലയാറ്റൂരിലേക്കാണ് പോകുന്നത്. ഇന്ന് പുലർച്ചെ കിണറ്റിൽ വീണ റബ്ബർ എസ്റ്റേറ്റിലെ കിണറ്റിൽ വീണ കുട്ടിയാനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ആ കിണറ്റിലേക്കുള്ള വഴി വെട്ടിത്തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏത് നിമിഷവും കുട്ടിയാനയെ പുറത്തേക്ക് എത്തിക്കും. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ JCB ഉപയോഗിച്ചാണ് വഴി വെട്ടി കിണറിന്റെ ഒരു വശത്തേക്ക് ഇടിച്ചുകൊണ്ട് ഒരു വഴി ഉണ്ടാക്കിയതിന് ഇനി ഉള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുട്ടിയാനയെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുട്ടിയാനയ്ക്ക് ആ വീഴ്ചയിൽ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിന് പ്രാഥമിക ചികിത്സയൊക്കെ നൽകേണ്ടത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. തുമ്പിക്കൈയിലൊക്കെ സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇല്ലിത്തോടാണ് ഈ സംഭവം. ഇതൊരു വന്യമൃഗ ശല്യമുള്ള കാട്ടാനക്കൂട്ടങ്ങളൊക്കെ സ്ഥിരമായി എത്തുന്ന ഒരു പ്രദേശമാണ്. പ്രദീപ് ജോസഫിലേക്ക് പോവുകയാണ്. പ്രദീപ്, വഴി പൂർത്തിയായി കഴിഞ്ഞു, ഇനി കുട്ടിയാനയെ പുറത്തെടുക്കണം. വഴി ഏതാണ്ട് പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഈ കിണർ നല്ല ആഴമുള്ളത് കൊണ്ട് ഈ കിണറ്റിൽ നിന്ന് ഇപ്പോൾ വെട്ടിയിരിക്കുന്ന വഴിയിലേക്ക് കാട്ടാനക്കുട്ടി കയറേണ്ടതുണ്ട്. ഒരുപക്ഷെ അല്പം കൂടി ആ ഭാഗം കുത്തിറക്കമായി നിൽക്കുന്നത് കുറച്ച് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. JCB വീണ്ടും അവിടേക്ക് ഇറക്കുന്നുണ്ട്. എന്നിരുന്നാലും അല്പസമയത്തിന് മുമ്പ് തന്നെ കുട്ടിയാനെ പുറത്തേക്ക് ഇറക്കാൻ സാധിക്കും. നിലവിൽ ഇതുവരെ നടത്തിയ മുകളിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിൽ ഈ ആനക്കുട്ടിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് അവർക്ക് വ്യക്തമായിട്ടുള്ളത്. കാരണം വളരെ ഊർജ്ജത്തോടെ ആ കിണറ്റിന് ഉള്ളിൽ പറ്റുന്ന രീതിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇതിനെ വനമേഖലയിലേക്ക് തന്നെ തുറന്നുവിടാനാണ് സാധ്യത. JCB ആ വഴിയിൽ നിന്ന് മാറ്റിയാൽ ആനക്കുട്ടി പുറത്തിറങ്ങി വനമേഖലയിലേക്ക് അതിനെ ഓടിച്ചു വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വനമേഖലയിൽ ഏറെ ദൂരെ അല്ലാതെ തന്നെ അതിന്റെ അമ്മയാണെങ്കിൽ മറ്റേ കാട്ടാനക്കൂട്ടവും ഉണ്ടാകും എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വനമേഖലയിലേക്ക് മാറ്റിവിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ വിദഗ്ധ ചികിത്സകളുടെ ഒന്നും ആവശ്യമില്ല എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. കാരണം കിണറ്റിനുള്ളിൽ കിടക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ കാണപ്പെടുന്നു. അതേസമയം രാവിലെ ഏതാണ്ട് 10 മണിക്കാണ് ഈ വഴി ഉണ്ടാക്കി തുടങ്ങിയത്, രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എന്ന് പറയാം. ഏതാണ്ട് 2-2.5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അത് അവസാനിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മലയാറ്റൂർ വനമേഖലയിൽ ഇല്ലിത്തോടിനടുത്ത് കാട്ടാനക്കുട്ടി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണത്. നാട്ടുകാരാണ് ഈ സംഭവം ആദ്യം അറിഞ്ഞത്. വനംവകുപ്പിൽ അറിയിച്ചു, പോലീസിൽ അറിയിച്ചു. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്നാൽ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഇതേവരെയുള്ള കേസുകളിൽ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടികൾ പരമാവധി വേഗത്തിലാക്കണം എന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ദിവസവും നിരവധി കാട്ടാനകൾ ഇവിടുത്തെ വിവിധ റബ്ബർ തോട്ടങ്ങളിലും മറ്റ് കാർഷിക മേഖലകളിലും ഇറങ്ങുകയും കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്നാണ് ജനങ്ങളുടെ പരാതി. ഒപ്പം ഭയം കൂടാതെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് വനം ഉദ്യോഗസ്ഥർക്ക് നേർക്ക് പ്രതിഷേധം ഉണ്ടായത്. എന്നാൽ പോലീസും വനം ഉദ്യോഗസ്ഥരുമൊക്കെ സംയോജിതമായി ഇടപെട്ട് നാട്ടുകാരെ അനുനയിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടിയാനെ പുറത്തേക്ക് അയക്കുന്നതിനുള്ള ദൗത്യത്തിൽ അവരേവരും സഹകരിക്കുന്നുമുണ്ട്. ഏതാണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ദൗത്യം പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെയും ഇത്തരത്തിൽ ഈ മലയാറ്റൂർ വനമേഖലയുടെ വിവിധ ഭാഗങ്ങളിലും കോടനാട് കോതമംഗലം മേഖലകളിലും ഒക്കെ കാട്ടാന ഇറങ്ങുകയും കാട്ടാന കുട്ടികൾ കിണറ്റിൽ വീഴുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇത്തരത്തിൽ കിണറിന്റെ വക്ക് ഇടിച്ച് ഒരു പാതയുണ്ടാക്കി അവയെ പുറത്തെത്തിക്കുന്ന രീതിയായിരുന്നു. പലപ്പോഴും വലിയ അപകടമൊന്നും കൂടാതെ അപകടത്തിൽപ്പെടാതെ ജീവാപായം ഉണ്ടാകാതെ തന്നെ ഈ ആനക്കുട്ടികളെ പുറത്തെത്തിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഈ പൊട്ടക്കിണറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന് വിസ്താരം വളരെ കുറവായിരുന്നു. കാട്ടാനയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിനുള്ളിൽ നിൽക്കാം, കറങ്ങി തിരിയാം എന്ന് മാത്രമല്ല ഏതാണ്ട് ആനയുടെ 3/4 ഭാഗത്തോളം വെള്ളമുണ്ടായിരുന്നു. എന്നാൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായി. കിണറ്റ് വീണപ്പോൾ മുതൽ വലിയ ശബ്ദത്തിൽ ഈ ആനക്കുട്ടി നിലവിളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് മുകളിൽ ഈ റബ്ബർ തോട്ടത്തിന് മുകളിൽ വനമേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടം പലതവണ ഈ കിണറിനടുത്തേക്ക് വന്നു. ഇത് ഈ ആനക്കുട്ടിയെ പുറത്തെത്തിക്കുന്നതിനുള്ള ദൗത്യം ഏറെ സമഗ്രമാക്കി. കാരണം നാട്ടുകാരും വനപാലകരും ഒക്കെ ഈ കിണറിന് ചുറ്റും നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇതിന് അടുത്ത് വന്നുവെന്ന് ചിഹ്നം വിളിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് കൂടുതൽ ആളുകളെത്തി അതിന് ശബ്ദമുണ്ടാവുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്താണ് വലിയ കാട്ടാനക്കൂട്ടത്തെ വനത്തിനുള്ളിലേക്ക് മടക്കി വയ്ക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 20ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് എത്തിയിരുന്നു. 6 മാസമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. മറ്റ് വന്യമൃഗങ്ങളുടെയും കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ ശല്യം മേഖലയിൽ വ്യാപകമാണ്. കൃഷിനാശം വളരെ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. റബ്ബർ തൈകളും മറ്റും തിരിച്ചൊടിച്ചു കളയുന്നു.
പ്രദീപ്, നമുക്കിപ്പോ ദൃശ്യങ്ങൾ കാണുമ്പം വഴിയായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇപ്പൊ പ്രശ്നമായിട്ട് ഈ കിണറിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് പൊളിച്ചു നീക്കിയോ? ആനയെ ഇപ്പൊ ഈ താഴ്ച ഒരു ഏകദേശം 12 അടി താഴ്ചയുണ്ട്, അതാണ് ഒരു പ്രയാസമായി നിൽക്കുന്നത് ഇപ്പം. അതായത് വെള്ളത്തിൽ കിടക്കുന്ന ആനയ്ക്ക് പുറത്തേക്കുള്ള വഴിയിലേക്ക് ആദ്യ പടി വയ്ക്കണമെങ്കിൽ അല്പം കൂടി മണ്ണ് ആ ഭാഗത്ത് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ചെരിഞ്ഞ വഴിയായി ആനക്കുട്ടിക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കൂ. അത് മാത്രമാണ് നിലവിലുള്ള തടസ്സം എന്ന് പറയുന്നത്. ഒരുപക്ഷെ 2 or 3 കൈ മണ്ണ് JCB ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആൾക്കൂട്ടം ഈ കിണറിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ശബ്ദവും മറ്റും കേട്ട് ഭയന്ന് ആനക്കുട്ടി പുറത്തേക്ക് വരാതിരിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി ഒരു നിശബ്ദമായി കഴിയുമ്പോൾ സ്വാഭാവികമായും വഴി കിട്ടുന്ന സാഹചര്യത്തിൽ അത് പുറത്തേക്ക് വരേണ്ടതാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആനക്കുട്ടിക്ക് അത് നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് കിണറിന് പുറത്തേക്ക് ആദ്യ ചുവട് വയ്ക്കാനുള്ള ഒരു പടി തയ്യാറായാൽ അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്താൽ അനായാസമായി പുറത്തേക്ക് വരാൻ സാധിക്കും. കാട്ടിലേക്ക് ഓടിച്ചു വിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ, അതായത് ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്ന രീതിയിൽ ആനക്കുട്ടി പായുകയോ മറ്റോ ചെയ്താൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വന്തമായി നിൽക്കുന്നുണ്ട്. അതിന്റെ ഒന്നും സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. സാധാരണഗതിയിൽ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറ്റിയാൽ ഉടൻ തന്നെ അത് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നതാണ് പതിവ്. പക്ഷേ ആൾക്കൂട്ടം നിൽക്കുന്നത് കൊണ്ട് വെപ്രാളപ്പെട്ട് മറ്റേതെങ്കിലും ദിശയിലേക്ക് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. വനമേഖലയിലേക്ക് അധികം ദൂരമില്ല. മലയാറ്റം വനമേഖലയാണ് ഇതെന്ന് പറയുന്നത്. ഈ പൊട്ടക്കിണർ സ്ഥിതി ചെയ്യുന്ന ഈ റബ്ബർ തോട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ വനമേഖല ആരംഭിക്കുകയായി. പലപ്പോഴും ഇതുവഴി വരാറുള്ള ആനക്കൂട്ടത്തിന് ഈ ആനക്കുട്ടിക്ക് ഉൾപ്പെടെ വഴി വ്യത്യസ്തമായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് തന്നെ അനായാസമായി അതിനെ വനമേഖലയിലേക്ക് ഓടിക്കാൻ സാധിക്കും. അവിടെ ഇതിന്റെ തള്ളയാന ഉൾപ്പെടെ ആനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്.